സംഗീതാമൃതം ഉള്ളിൽ നിറഞ്ഞ അനുഗ്രഹീത ഗായിക നമ്മുടെ സ്വന്തം ആവണി. വെൽക്കം ഓൺ സ്റ്റേജ്. കിങ്ങിണിപ്പൂവേ കിങ്ങിണിപ്പൂവേ മഞ്ഞിണിക്കാവിൻ കുഞ്ഞിരിപ്പൂവേ ഓലച്ചങ്ങാലി ഓമനച്ചങ്ങാതി ചിന്തലിൻ പൂന്തണലിൽ പാറി വരാമോ. ഓലച്ചങ്ങാലി ഓമനച്ചങ്ങാതി ചിന്തലിൻ പൂന്തണലിൽ പാറി വരാമോ. ആവണിപ്പാൽ നിലപ്പേരി തരാം ഞാൻ, ആലില താലിയും കൊണ്ടുവരാമോ. കളിച്ചിരി കരിവളകൾ കിലുകിലുന്നോ. ഓലച്ചങ്ങാലി ഓമനച്ചങ്ങാതി ചിന്തലിൻ പൂന്തണലിൽ പാറി വരാമോ. കണ്ണാടി കവിളോരം നിറമേഴുമണിയുമ്പോൾ കാഞ്ചന താരകം കണ്ണിലുദിക്കുമ്പോൾ. കണ്ണാടി കവിളോരം നിറമേഴുമണിയുമ്പോൾ കാഞ്ചന താരകം കണ്ണിലുദിക്കുമ്പോൾ. താമരത്തോവിരൽ നീട്ടലോടവേ തങ്കനിലാവേ നിന്നുള്ളം തുള്ളിയോ. ഈ മണിമുകിലൊരു മണിയറ വിരിയായി മനമതിൽ വിതറിയ നറുമലരിതളായി മിഴികൾ ശലഭമായി. ഓലച്ചങ്ങാലി ഓമനച്ചങ്ങാതി ചിന്തലിൻ പൂന്തണലിൽ പാറി വരാമോ. പൊന്നോടക്കുഴലൂതും പുലർകാല തീരങ്ങൾ പൊന്നിറക്കോടിയിൽ മോടിയൊരുങ്ങുമ്പോൾ. പൊന്നോടക്കുഴലൂതും പുലർകാല തീരങ്ങൾ പൊന്നിറക്കോടിയിൽ മോടിയൊരുങ്ങുമ്പോൾ. ആഴ്മരച്ചില്ലകൾ പനിനീരിൽ മുങ്ങിയോ. പഞ്ചമമാരോ പൂങ്കാറ്റിൽ കൊഞ്ചിയോ. ഈ മിഴിയിണയൊരു മരതകമണിയായി മനമതിൽ ഉണരുമൊരവിതരതളമായി കനവു കവിതയായി. ഓലച്ചങ്ങാലി ഓമനച്ചങ്ങാതി ചിന്തലിൻ പൂന്തണലിൽ പാറി വരാമോ. ഓലച്ചങ്ങാലി ഓമനച്ചങ്ങാതി ചിന്തലിൻ പൂന്തണലിൽ പാറി വരാമോ. ആവണിപ്പാൽ നിലപ്പേരി തരാം ഞാൻ, ആലില താലിയും കൊണ്ടുവരാമോ. കളിച്ചിരി കരിവളകൾ കിലുകിലുന്നോ. ലാലലാലാലാ ലാലലാലാലാ ലാലലാ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 . Thank you. உன்னாலே உன்னாலே பின்னாலே சென்றேனே உன் முன்னே மெய்தாழ நின்றேனே. എങ്ങനെയുണ്ടായിരുന്നു ആവണിക്കുട്ടിയുടെ പാട്ട്? ആവണിക്കുട്ടി നന്നായിട്ട് പാടി. താങ്ക് യു സർ. വെരി ഗുഡ്. നല്ല പാട്ടാണ്, നന്നായിട്ട് പാടി.
ശബ്ദം അടഞ്ഞിട്ടുണ്ട്. അതാണ് ഇത്തിരി അടച്ചടച്ച് പോണു. അപ്പം ആ സംഗതികൾ അങ്ങോട്ട് ആ ഖിടിങ്ങെന്നങ്ങോട്ട് വന്ന് വീഴുന്നില്ല. ചില സംഗതികൾ നന്നായിട്ട് വന്ന് വീഴും. അതുകൊണ്ട് ഞാനൊന്നും വലുതായിട്ട് അഭിപ്രായം പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ എടുത്തിട്ട് അമ്മാനമാടാൻ പറ്റത്തുള്ളൂ. അത് കാരണം അത് ആവണിക്കുട്ടിക്ക് തന്നെ അറിയാം. കാരണം അതിനകത്ത് കുറേ സ്ഥലങ്ങളുടെ സംഗതിയും ശ്രുതിയും ഒക്കെ കുറച്ച് ഇത് വരുന്നുണ്ട്. അത് ശബ്ദം അടച്ചും പോകണം പാടുമ്പോഴത്തേക്ക്, ഇടയ്ക്കിടയ്ക്ക് അടച്ചു പോകും. കുഴപ്പമില്ല. ഞാനിത് പെട്ടെന്ന് പാടിയപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നേ, ഇത് 94 സോങ്ങാണ്. ഈ 94 ഞാൻ പ്രസാദ് 70mm തിയേറ്ററിലാണ് ഈ പാട്ടെടുത്തത്. അപ്പോൾ ഈ പാട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ, ഇതിൻ്റെ റിഹേഴ്സൽ ഒക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ജോൺസേട്ടൻ എൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, രാഷ്നൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. എടാ ഞാനിവിടെ പ്രസാദ് 70mm ഞാൻ അങ്ങോട്ട് വരികയാണെന്ന്. അങ്ങനെ അദ്ദേഹം വന്നു, ഗിരീഷ് പുത്തഞ്ചേരി വന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ വെളിയിൽ ഇരുന്ന്, അതിൻ്റെ വെളിയിൽ ഇരിക്കാനൊരു കുറേ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഒരുപാട് തമാശകളൊക്കെ ജോൺസേട്ടനും ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്തതാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BBK മേനോൻ എന്ന് പറയും. അദ്ദേഹം അമൃതഗംഭ എന്നുള്ള മോഹൻലാലിൻ്റെ പടം തൊട്ട് എത്രയോ വലിയ ബിഗ് ബഡ്ജറ്റ് പടം എടുത്ത അഭിമന്യു, ആ പടമൊക്കെ എടുത്ത ഒരു വലിയ മനുഷ്യനാണ് BBK മേനോൻ. അദ്ദേഹം ഇന്നും ഉണ്ട്, ഇവിടെ എറണാകുളത്തുണ്ട്. പടങ്ങളൊന്നും എടുക്കുന്നില്ല, പക്ഷേ പടം എടുക്കാനുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഈ പാട്ട് എടുത്തതിന് ശേഷം, ഈ റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം രാത്രി 9 മണിയായപ്പോഴത്തേക്ക് ജോൺസേട്ടൻ പറഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ജോൺസേട്ടൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് കിടന്നപ്പോൾ രാത്രി 1 മണിയായി. അപ്പോൾ അങ്ങനെ കാരണം ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ട്. അന്നത്തെ ഓരോ കാര്യങ്ങളും, ജോൺസേട്ടൻ്റെ വീട്ടിൽ പോയതും തിരിച്ചു വരുന്നതും, തിരിച്ച് BBK മേനോൻ്റെ ഫ്ലാറ്റിൽ വന്ന് കിടന്ന് ഉറങ്ങുന്നതും, അതൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നു. ഇതിനിടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കുറേ തമാശകളുണ്ട്. അതായത് കൂടുതലും ഗിരീഷ് പുത്തഞ്ചേരി തമാശ ഉണ്ടാക്കുന്ന നമ്മുടെ SP വെങ്കടേഷ് സാറിനെ വെച്ചിട്ടാണ്. സിദ്ദിഖ് ലാലിൻ്റെ ഒരു കമ്പോസിങ് നടക്കുക എറണാകുളത്ത്. അപ്പോൾ വെങ്കടേഷ് സാറുണ്ട്, സിദ്ദിഖ് ലാലുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ട്, ഞാനില്ല. ഇത് ഗിരീഷ് പറഞ്ഞു കേട്ടാണ്. അപ്പോൾ പാട്ട് ഞാൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പാട്ടുകൾ ഞാൻ നോക്കുന്നു, അത് നോക്കുന്നു, ഇത് നോക്കുന്ന പറഞ്ഞു. വെങ്കടേഷ് സാർ പറഞ്ഞു ഇന്നേക്ക് വെള്ളിക്കിഴമ, ഇന്നേക്ക് ആ മന്ത് വെജിറ്റേറിയൻ. അപ്പോൾ ഓർക്കസ്ട്രക്കാരടുത്ത് പറഞ്ഞ് എന്നെ ഓർമ്മപ്പെടുത്തണം വെജിറ്റേറിയൻ ആണെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ശുദ്ധമാ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു. ഉച്ചയായപ്പോൾ ലഞ്ച് ബ്രേക്കിന് ഇവരെല്ലാവരും വെളിയിൽ പോകണം. വെളിയിൽ പോയിട്ട് നമുക്ക് ആഹാരം കഴിക്കാൻ നല്ലൊരു കടയുണ്ട്, അവിടെ നല്ല ചിക്കനും ബാക്കിയെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. ഇല്ലില്ല നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ട് പോയി. തിരിച്ച് ഇവരെല്ലാം പോയിട്ട് വെങ്കടേഷ് സാർ പോയില്ല. തിരിച്ച് ഇവരെല്ലാം വന്ന് തിരിച്ച് റൂമിൽ വന്നപ്പോൾ വെങ്കടേഷ് സാറ് അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നോക്കിയപ്പോൾ ഉണ്ട് ഫിഷിൻ്റെ മുള്ള്, അതുപോലെ തന്നെ ചിക്കൻ്റെ കാല്, ഇതെല്ലാം കണ്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ തബല വായിക്കുന്ന ഇതുപോലെ എന്താണ് ബാലൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു സാർ ഇന്നേക്ക് വെള്ളിക്കിഴമെന്ന് ചൊല്ലിയിട്ട് നിങ്ങൾ എന്താ നോൺ വെജിറ്റേറിയൻ എല്ലാം സാപ്പിട്ടാ സാർ. ഉയ്യോ അറിവ് കെട്ട മറ്റവനെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു നേരത്തെ നീ പറയണ്ടേ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കാരണം കഴിച്ചും പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത്. ഒരു വഴി ഇരിക്ക് ഫോണെടുത്ത് ഹലോ റൂം സർവീസാ അங்கே വെജിറ്റേറിയൻ என்ன எல்லாம் இருக்கு. അവൻ പറഞ്ഞു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇരിക്ക്, പിന്നെ എന്താണ് ആലു ഗോപിയുണ്ട് മറ്റൊന്ന്. ശരി, ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ഒരു വെജിറ്റേറിയൻ അത് എല്ലാ വെജിറ്റേറിയനും കൊണ്ടുവന്ന് കഴിച്ചിട്ട് പറഞ്ഞു ഇപ്പം എല്ലാം ശരിയായിപ്പോയി, ഓക്കെ സ്റ്റാർട്ട് പണലാം. ഇങ്ങനെ നടന്നാണോ അല്ലേ എനിക്ക് അറിയപ്പെടാട്ടോ. ഇതൊക്കെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓരോ കഥകളാണ്. എന്തായാലും ഈ പാട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഓരോ കഥകളും ഒക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. പാട്ടും കേട്ടു, ആ ഓർമ്മയും വന്നു. മോള് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ. പാടുമ്പോഴത്തേക്ക് ഈ പാട്ട് സെലക്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ ഒന്നിൽ ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം സുഖമില്ലാതെ വന്ന് പാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മോള് വളരെ നന്നായിട്ട് പാടി കേട്ടോ. ഈ അവസ്ഥ കൊണ്ടും ഇത്ര നന്നായിട്ട് പാടി, അത് വലിയ കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നി ചിത്ര ചേച്ചിനെ പോലെ ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു ചില സംഗതികളിൽ. ഏട്ടൻ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങൾ അങ്ങനെ വളരെ നന്നായിരുന്നു. പക്ഷെ ഈ നിലാവ് പോലെ ചിലപ്പോൾ അമാവാസ്യയും ചിലപ്പോൾ പൗർണമിയും അതിൽ ഇടയ്ക്കുള്ള ഈ ഓരോരോ പിറയും അല്ലേ, അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ല. ഇത് ഐ തിങ്ക് വോയിസിൻ്റെ അവസ്ഥ കൊണ്ടാണ്, ഒരു കൺട്രോൾ കിട്ടുന്നില്ല അല്ലേ. ചിലപ്പോൾ കറക്റ്റായിട്ട് വരുന്നു, ചിലപ്പോൾ ഇവിടെ അവിടെ കുറച്ച് ശ്രുതിയുണ്ട് പ്രശ്നം. അതിങ്ങനെ ഒരു ഗ്രാഫിനെ പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്ക്
അത് നമുക്ക് കളയാം. പിന്നെ നമുക്ക് ഇനി പ്രാർത്ഥിക്കാം ഈ വോയിസ് നന്നാക്കുക. ഇനി നമുക്ക് അപ്പം വോയിസ് നന്നായിട്ട് നമുക്ക് കറക്റ്റായിട്ട്, ബിക്കോസ് എല്ലാം പറ്റും. മോൾക്ക് ചില സ്ഥലങ്ങൾ അങ്ങനെ മാജിക്കലായിട്ടുണ്ട്. ആൻഡ് വോയിസ് ക്വാളിറ്റീസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് നമുക്ക് ശ്രദ്ധിക്കണം. പക്ഷെ ചിലപ്പോൾ നമുക്ക് കൺട്രോളിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമല്ലേ. സോ നമുക്കൊന്ന് വോയിസ് ഫസ്റ്റ് നന്നാക്കാം. അത് നന്നാക്കിയിട്ട് പിന്നെ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ചിലപ്പോൾ ഈസി സോങ്സ് സെലക്ട് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, പക്ഷെ ഡിഫിക്കൾട്ട് സോങ്സ് ആണ് നമുക്ക് പ്രസന്റ് ചെയ്യണമെന്നത് നല്ലതല്ലേ. നമുക്ക് ഒരു പ്രാക്ടീസ് ആണ്, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും അതുകൊണ്ട്. സോ കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ നന്നാക്കാം. ഓക്കെ, ഇനി തൊട്ട് നന്നാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ മോക്ക് ഇന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് A grade ആണ്. Okay. Congratulations, you are awarded A grade for the song. Very good. എന്നവളെ അടി എന്നവളെ എന്ന നിദയത്തെ தொலைத்து விட்டேன்.